ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇപ്പം നമ്മൾ ഇന്ന് മാത്സിൽ 2024 SSLC എക്സാമിനേഷൻ പബ്ലിക് എക്സാമിൽ ചോദിച്ച 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മുടെ PYQ സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. PYQ സീരീസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ പാർട്ടായിട്ട് 2, 3, 4 ഇങ്ങനെ മാർക്ക് അടിസ്ഥാനത്തിൽ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് PYQ സീരീസ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ആ ഒരു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ 2024 SSLC എക്സാമിനേഷന് ചോദിച്ച 2 മാർക്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ അതിന്റെ എന്താ പറയുക ആൻസർ സൊല്യൂഷൻ നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കും. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ്സ് എല്ലാം വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ കമന്റ് ബോക്സിൽ ആ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകാവുന്നതാണ്. സോ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്ലൈഡ്സ് വേണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. പിന്നെ സൈറ്റ് മാത്രമല്ല, നമ്മൾ ഡെയിലി ക്വസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ പോൾ ക്വസ്റ്റൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്തായിട്ട് നമ്മൾ പുതിയൊരു സംഭവം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ എക്സാംസ് നടത്തുന്നുണ്ട്, ഗൂഗിൾ ഫോം വഴി നമ്മൾ എക്സാംസ് അതിൽ നടത്തുന്നുണ്ട്. സോ ആവശ്യമുള്ളവർ ആ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിലല്ല കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നോക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ കാണുന്നത് ഇത് എല്ലാ പരീക്ഷയിലുള്ള ഒരു രീതിയാണ്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. SSLC എക്സാമിനേഷൻ നമ്മൾ മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2.5 മണിക്കൂറായിരിക്കും പരീക്ഷ. 80 മാർക്കിനാണ് മാത്സിന്റെ എക്സാമിനേഷൻ വരുന്നത്. പിന്നെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്, അത് മൈൻഡ് ചെയ്തില്ല. ഈ ഒരു സ്ലൈഡ് നോക്കുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതമാണ്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർസ്. അപ്പം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ചോദ്യത്തിന് ആൻസർ ചെയ്താൽ മതി. നമുക്ക് 3 × 6 മാർക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ 4 ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നതാണ്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്, നമ്മൾ ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സി ദ ഫിഗർ. If a circle is drawn with AB as a diameter, what are the positions of the points P and Q with respect to the circle? ചിത്രത്തിൽ AB വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ P, Q എന്നീ ബിന്ദുക്കൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലോ എന്ന് തെളിയിക്കാം. ഓക്കെ, അതായത് ഈ ഒരു AB എന്ന് പറയുന്നത് വ്യാസമായിട്ട് വെച്ചിട്ട് ഒരു വൃത്തം വരച്ചാൽ, AB വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചാൽ ഈ P എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? വൃത്തത്തിനകത്താണോ അല്ലെങ്കിൽ വൃത്തത്തിലാണോ വൃത്തത്തിന് പുറത്താണോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റഫ് ഫിഗർ വരച്ചപ്പോൾ തന്നെ പകുതി പേർക്ക് ആൻസർ പിടികിട്ടിക്കണം. ഈ ഒരു റഫ് ഫിഗർ തന്നെ ആൻസർ ഉണ്ട്. റഫ് ഫിഗർ നോക്കുക, P വൃത്തത്തിനകത്താണ്, Q വൃത്തത്തിന് പുറത്താണ്. പക്ഷേ മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ഇത് എങ്ങനെ വർക്കായി എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ലൈഡ് നോക്കുക. ഈ ഒരു സ്ലൈഡിൽ ഈ AB എന്ന് പറയുന്നത് വ്യാസമാണ്. AB എന്ന് പറയുന്നത് ഇതൊരു വ്യാസമാണ്, ഡയമീറ്റർ. ഈ ഒരു AB വ്യാസമായിട്ട് വൃത്തം വരച്ചിട്ട് ആ ഒരു വ്യാസത്തിൽ കൂടെ ഒരു കോണ് വൃത്തത്തിൽ ഇവിടെ മുട്ടുമ്പോൾ ഇത് ആ ഒരു കോൺ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതിന് അകത്ത് വരുന്ന കോൺ ഈ ഒരു AB വ്യാസം AB കേന്ദ്രമായിട്ട് വെച്ചിട്ട് ആ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിനകത്തോ ഒരു കോൺ വരയ്ക്കുമ്പോൾ ഇതെപ്പോഴും ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. വൃത്തത്തിന് പുറത്ത് ഇതുപോലൊരു കോൺ വരുവാണെങ്കിൽ ഇത് ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പം ഇതാണ് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കേണ്ടത്. ഈ ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ടോപ്പിക്ക് ബേസ് ചെയ്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത് വന്ന നിങ്ങൾക്ക് 2024 എക്സാമിനേഷൻ രണ്ടാമത് ചോദ്യം നോക്കാം. ദ ഹീമോഗ്ലോബിൻ ലെവൽ ഇൻ ഗ്രാം പെർ ഡെസിലിറ്റേഴ്സ് ഓഫ് 7 സ്റ്റുഡൻസ് ആർ ഗിവൻ ബിലോ. 7 കുട്ടികളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഗ്രാം പെർ ഡെസിലിറ്ററിൽ ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പം അങ്ങനെ കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മീഡിയൻ ഹീമോഗ്ലോബിൻ ലെവൽ. ഹീമോഗ്ലോബിൻ അളവിന്റെ മധ്യമം കാണുക എന്ന് പറഞ്ഞു. മധ്യമം കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് സംഖ്യകൾ ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് 12.0, 12.9, 12.6 ഇങ്ങനെ കുറച്ച് സംഖ്യകൾ വരുന്നുണ്ട്. ഈ സംഖ്യകളെ ഒന്നെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. കുറച്ചും കൂടെ പരിഭാഷപ്പെടുത്തി പറയുകയാണെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുക. അപ്പം ഞാനിപ്പം നോക്കുമ്പം നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാം. ഇവിടെ നോക്കുമ്പം 12.0 ആണ് ഏറ്റവും ചെറുത്. ഇപ്പം 12.0, അത് കഴിഞ്ഞിട്ട് 12.5, 12.6, പിന്നെ 12.9, 13.4, 13.7, 14.1. ഇത് ഇത്രയുമാണ് സംഖ്യ. ഇത് ആരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുകയാണ്. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിരിക്കുക. ഇനി എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എത്ര സംഖ്യകളുണ്ട്, ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ, ഈ മൊത്തം സംഖ്യകളുടെ എണ്ണം നോക്കുക. കൂട്ടുമല്ല, ഇത് എത്ര സംഖ്യ ഉണ്ടെന്ന് എന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7, ടോട്ടൽ 7 സംഖ്യയാണുള്ളത്. ഇതെന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. ഓക്കെ, ഒറ്റ സംഖ്യ, അതായത് ഓഡ് നമ്പറാണ്.
ഓഡ് നമ്പറിന്റെ മധ്യമം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ കൃത്യം നടുക്കുള്ള നമ്പർ ആ ഒരു മിഡിൽ ടൈം ആണ് അതിന്റെ മധ്യമം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഒരു സംഖ്യ വെട്ടുക, അവസാനത്തെ ഒരു സംഖ്യ വെട്ടുക, പിന്നെ വീണ്ടും ഒരു സംഖ്യ വെട്ടുക, ഇവിടുന്ന് ഒരു സംഖ്യ വെട്ടുക, ഇവിടുന്ന് ഒരു സംഖ്യ വെട്ടുക, ഇവിടുന്ന് ഒരു സംഖ്യ വെട്ടുക. അപ്പൊ ലാസ്റ്റ് നമുക്കൊരു ഇത് കിട്ടും. അത് 12.9 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. ഇതാണ് ഇവിടുത്തെ മധ്യമം എന്ന് പറയുന്നത്. ഇവിടുത്തെ മധ്യമം എന്ന് പറയുന്നത് 12.9 ആണ്. മധ്യമം അഥവാ മീഡിയൻ. മീഡിയൻ എന്നല്ല പറയാ, യെസ് മീഡിയൻ. ഓക്കെ, ഇനി ഞാൻ എഴുതിയിട്ട് ക്ലിയർ ആവാത്തവർക്കുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. ഇവിടെ ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട് 12.0, 12.5, 12.6, 12.9, 13.4, 13.7, 14.1. അതിനുശേഷം ഇത് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക. അത് ഒറ്റസംഖ്യയാണ്. ഒറ്റസംഖ്യയാണ് മനസ്സിലായതിനു ശേഷം പിന്നെ അതിന്റെ ആ ഒരു മിഡിൽ ടൈം നോക്കുക. മിഡിൽ ടൈം ഇവിടെ 12.1 ആണ്. അതാണ് ഞാൻ പച്ചക്കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം നോക്കുക. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയർസ് ഓഫ് സൈഡ് 1 cm, 2 cm, 3 cm ആൻഡ് സോ ഓൺ ദ ഫോം ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ്. വശങ്ങൾ 1 cm, 2 cm, 3 cm എന്നിങ്ങനെയുള്ള സമചതുരങ്ങൾ ചുറ്റളവുകൾ സമാന്തര ശ്രേണിയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സമാന്തര ശ്രേണി എഴുതാൻ. അപ്പോൾ നമുക്ക് സമാന്തര ശ്രേണി എഴുതാം. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് സമചതുരം എന്നാണ്. ഓക്കെ, നോക്കുക. സമചതുരം സ്ക്വയർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ക്വയർ ഞാൻ വരയ്ക്കുന്നു. സ്ക്വയർ നമുക്കറിയാം. ഓക്കെ, സ്ക്വയറിന്റെ ഒരു വശം ഒന്നാണെങ്കിൽ ബാക്കിയുള്ള വശം എല്ലാം ഒന്നായിരിക്കും. ഓക്കെ, സ്ക്വയറിന്റെ ഒരു വശം ഒന്നാണെങ്കിൽ ബാക്കിയുള്ള വശം എല്ലാം ഒന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്മൾ പറഞ്ഞെങ്കിൽ ചുറ്റളവല്ലേ? യെസ്, ചുറ്റളം. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എപ്പോഴും 1 × 4 ആയിരിക്കും. സമം 4. അതായത് ഒരു വശത്തെ 4 കൊണ്ട് ഗുണിക്കുന്നതാണ് ആ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. നമുക്കിപ്പം 2 സെന്റിമീറ്റർ വെച്ച് ചെയ്യുമ്പോൾ 2 ഇവിടെയും 2 ആവും, ഇവിടെ 2 ആവും, ഇവിടെ 2 ആവും. അപ്പം ഈ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × 4 ആണ്. അല്ലെങ്കിൽ 2 + 2 + 2 + 2. എങ്ങനെ ചെയ്താലും ഉത്തരം 8 കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഒരു സമാന്തര ശ്രേണി കിട്ടി. 4, 8. ഇപ്പൊ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 4ന്റെ ഗുണിതങ്ങളാണ്. ഓക്കെ, 4ന്റെ ഗുണിതങ്ങളാണ് ഈ ഒരു സമാന്തര ശ്രേണിയുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി കൂടെ എഴുതാം. 12, 16 ഈ ഒരു സമാന്തര ശ്രേണിയിലാണ് അത് പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടെ തെളിയിച്ചു നോക്കി. ഇനി ഇത് തന്നെയാണോ നോക്കി നോക്കാം. നോക്കുക, 3 സെന്റിമീറ്റർ വെച്ച് നമുക്ക് നോക്കാം. 3 സെന്റിമീറ്റർ വെക്കുമ്പോൾ 3 × 4 ആവും. 3 × 4 എന്ന് പറഞ്ഞാൽ 12. സോ ആൻസർ കറക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നോക്കുക. ഈ 8ൽ നിന്ന് 4 കുറയ്ക്കുക. 8ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. ഈ 4 ആണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എയുടെ ആൻസർ 4, 8, 12 ആണ്. ബി ആൻസർ ഡി 8 - 4 = 4. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. നമ്മൾ വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കുന്ന ഈ ആ ഒരു ക്ലിയർ ആവാത്ത ഭാഗത്ത് മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ഇറക്കുന്നതായിരിക്കും. സോ ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ദയവ് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാംഗുലർ പോർഷൻ ഈസ് ഷെയ്ഡഡ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് 5 cm ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സ്ക്വയർ വിത്തൗട്ട് ലുക്കിംഗ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ. 5 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ ചതുരാകൃതിയിലുള്ള ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഈ സമചതുരത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടെ നോക്കുക. ഇവിടെ സമചതുരമാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കുക. സ്ക്വയർ ആണ് മലയാളം വരുമായിട്ട് സമചതുരമാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ സ്ക്വയറിന്റെ ഒരു വശം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 5 cm ആണ്. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അതെങ്ങനെ ശരിയാവും? ഇവിടെ നോക്കുക, ഇത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാറേ ഇത് 2 അല്ലേ, ഇത് 2 അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. ഇത് തുല്യമായിട്ട് വീതിച്ചിരിക്കും, തുല്യമായി 3 കഷ്ണങ്ങളാക്കി വീതിച്ചിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇത് തുല്യമാക്കേണ്ട കാര്യമില്ല. ഇത് 2 ആണെങ്കിൽ ഇത് ചിലപ്പോൾ 1 ആവാം, ഇത് ചിലപ്പോൾ 3 ആവാം. അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇതെങ്ങനെ പോയാലും ഇത് മൊത്തം 5 ആയിരിക്കും. ഇതും കൂട്ടുമ്പോൾ നമുക്ക് 3 കിട്ടും. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, അവിടെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം ഇവിടെ എന്ന് പറയുന്നത് ഇത് ഇത്രയും 2 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് മനസ്സിലായ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദ ഷെയ്ഡ്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് ഈ ഒരു ഭാഗത്തെ ആ ഒരു അടുത്ത് ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത കണ്ടുപിടിക്കാൻ ആദ്യം മൊത്തം ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 5 × 5 = 25. അവിടെ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ. അതായത് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ഷെയ്ഡഡ് പാർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ വശവും കൂട്ടുക, ഗുണിക്കുക. പറയാം 2 × 5
2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ 10/25 10/25 അതിന് സാധ്യത. ഇനിയും നമുക്ക് വേണേൽ അതിനെ വെട്ടിക്കുറയ്ക്കാം. അതിനെ വെട്ടിക്കുറച്ച് നമുക്ക് എഴുതാം 2/5 ഓക്കെ. 2/5 2/5 ആൻസർ. ഓക്കെ. ഇനിയും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇപ്പം ഞാൻ എഴുതിയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ലായിരിക്കും. മനസ്സിലാവാത്തത് ഈ ഒരു പിക്ചർ നോക്കുക. ഈ പിക്ചർ നോക്കുക. 5x5 ഈ രണ്ട് സംഖ്യകൾ എങ്ങനെ വന്നു? 5x5 5x5 2x5 എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലാക്കി. നോക്കുക, ഇത് മൊത്തം വായിച്ചിടാം. 5x5 2x5 വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. 5 ഇവിടെ 5ആണ്, ഇവിടെ 5ആയിരിക്കും, ഇവിടെ 5ആയിരിക്കും. ഓക്കെ. ആ രണ്ടിപ്പം നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല. ഓക്കെ. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം തുല്യമാണ്. അത് നിങ്ങൾ LP-യിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റിലോട്ട് കയറുമ്പോൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. ആ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശം ഗുണം വശം, അല്ലെങ്കിൽ വശം സ്ക്വയർ ആണ്. അപ്പം 5x5 അല്ലെങ്കിൽ 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25ആണ്. ഓക്കെ. അതാണ് നമ്മൾ ഈ പറഞ്ഞ 5x5 എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ. 2x5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചതുരത്തിന്റെ, ഇത് ചതുരമാണ്, സമചതുരമല്ല, ഈ ഒരു ചതുരത്തിന്റെ സാധ്യതയാണ് കണ്ടുപിടിക്കുന്നത്. ചതുരത്തിന്റെ എന്ന് പറയുന്നത് വശത്തിന്റെ വശമാണ്. നമുക്ക് ആദ്യത്തെ വശം ഇത് വായിക്കുമ്പോൾ ഇവിടെ 2 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഇത് 2. ഈ ഒരു വശം എന്ന് പറയുന്നത് ഈ ഒരു 5 തന്നെയാണ്. സോ 2x5 അത് 10. ഓക്കെ. അതാണ് ഈ 10. പിന്നെ 10/25 ചെയ്യുക, അതാണ് 2/5 ആയിരിക്കും. ഓക്കെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആവാത്തവർ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ക്രാക്ക് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അവിടെ 3 മാർക്ക് 4 മാർക്ക് അതുപോലെ തന്നെ 6 മാർക്ക് മാത്സ് ഫുൾ നമ്മൾ ചെയ്യുന്നതാണ്. സമയം വളരെ കുറവാണ് കേട്ടോ. ഇപ്പം മോഡൽ എക്സാം അടുക്കാറായി, സമയം വളരെ കുറവാണ്. സോ വീഡിയോസ് വരുന്നതിൽ ലെങ്തൊക്കെ കുറച്ച് കുറവായിരിക്കും, എന്നാലും കാണാൻ ശ്രമിക്കുക. പിന്നെ മാത്സ് മാത്രമല്ല, നമ്മൾ അല്ലാത്ത വിഷയങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് വരുന്നതായിരിക്കും. സോ അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇതുപോലത്തുള്ള വീഡിയോസ്, ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിന് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ്. ബൈ.